ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് ഞങ്ങളുടെ പെരുന്നാൾ വിശേഷങ്ങളും ഷോപ്പിങ്ങും ഒക്കെ അടങ്ങിയ ഒരു വ്ളോഗാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. ഇത് പെരുന്നാളിൻ്റെ ഒരു 2 ദിവസം മുന്നേ പെരുന്നാളിന് ഇടാനുള്ള ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മോള് ആദ്യം തന്നെ ടേബിളിൽ കയറി ഇരുന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ അവൾ ഉറങ്ങുന്ന സമയത്താണ് കേട്ടോ ഇത് കംപ്ലീറ്റ് ചെയ്തത്. ഇത് പെരുന്നാളിൻ്റെ തലേ ദിവസം എടുത്തതാണ്. രാവിലെ എൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പെരുന്നാളിന് അവിടെയാണ്. നമ്മൾ ഒരു 6:30 ഒക്കെ ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇപ്പോൾ ഒരു 7 മണിയൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ. ഈ സമയത്തുള്ളൊരു യാത്ര എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ, പുറത്തെ കാഴ്ചകളൊക്കെ കാണാൻ. അങ്ങനെ വീട്ടിലെത്തി മൈലാഞ്ചി ഇടുന്ന തിരക്കിലാണ്. ഉച്ചയ്ക്ക് ശേഷം മക്കൾക്ക് ഡ്രസ്സൊക്കെ വാങ്ങാൻ പോകാനുണ്ട്. അപ്പോൾ രാവിലെ തന്നെ മൈലാഞ്ചി ഇടുകയാണ്. അനിയത്തിയാണ് മൈലാഞ്ചി ഇട്ട് വരുന്നത്. മൈലാഞ്ചി ഇടുന്നത് കണ്ടിട്ട് മോൾക്കും ഇടണം എന്ന് പറഞ്ഞ് വന്നിരിക്കുകയാണ്. അവൾ ആ ഇടുന്ന സമയത്ത് മാത്രമേ അവളുടെ കയ്യിലുണ്ടാവൂ. ഉച്ചയ്ക്ക് ശേഷം മക്കൾക്ക് ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. മോളുടെ മുടി ഒന്ന് വെട്ടാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ട് പോയത്. പെരുന്നാൾ തലേന്ന് അത്യാവശ്യം നല്ല തിരക്കായതുകൊണ്ട് തന്നെ 2-3 കടയിലൊന്ന് നോക്കേണ്ടി വന്നു. മോന് ഇത്തവണ ടീഷർട്ട് മതിയെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ രണ്ടാൾക്കുള്ള ഡ്രസ്സൊക്കെ എടുത്തു. വീട്ടിലെത്തിയപ്പോൾ ഉമ്മ ഇവിടെ ഒരു പലഹാരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പെരുന്നാൾ ദിവസം രാവിലെയാണ്. പള്ളിയിൽ പോകാനായിട്ട് ഡ്രസ്സൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇത്തവണ ഈദ്ഗാഹില്ല, അതുകൊണ്ട് തൊട്ടടുത്ത പള്ളിയിലേക്കാണ് പോകുന്നത്. പള്ളിയിലെത്തി നമസ്കാരമൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോരുകയാണ്. പിന്നെ അന്ന് പകല് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. ഇത് വൈകുന്നേരം രാത്രിയിലേക്കുള്ള ഒരുക്കങ്ങളാണ്. രാത്രിയിലേക്ക് വിരുന്നുകാരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഓരോ തയ്യാറെടുപ്പുകളാണ്. ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ ടേബിളിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്.
ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം പൂത്തിരിയൊക്കെ ഒന്ന് കത്തിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ പെരുന്നാൾ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നത് വരേക്കും ബൈ.